തിരുവനന്തപുരം വെള്ളായണി ദേവീക്ഷേത്രത്തിലെ ഫ്യൂസ് ഊരിയ സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. കുടിശ്ശിക വരുത്തിയ തുക അടക്കാത്തതിനെ തുടർന്നാണ് വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചത്. അതേസമയം വൈദ്യുതി തുക അടയ്ക്കണമെന്ന് കാണിച്ച് ദേവസ്വം ബോർഡ് അധികൃതർ പിരിച്ചുവിട്ട മുൻ ഉപദേശക സമിതി സെക്രട്ടറിക്കും പ്രസിഡന്റിനും നോട്ടീസ് അയച്ചു. കൂടുതൽ വിവരങ്ങളുമായി വെള്ളായണി ക്ഷേത്ര പരിസരത്തിൽ നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുകയാണ്. പ്രശാന്ത്, ഈ ഒരു സംഭവത്തിൽ എത്രത്തോളം ഭക്തജനങ്ങളുടെയും പ്രദേശവാസികളുടെയും ഭാഗത്തു നിന്നും പ്രതിഷേധം ശക്തമാവുകയാണ്? എന്ത് ന്യായീകരണമാണ് ഇതുമായി ബന്ധപ്പെട്ട് അധികൃതർ നൽകിക്കൊണ്ടിരിക്കുന്നത്? കെ.പി. കഴിഞ്ഞ ദിവസം പകൽ ഏകദേശം 11 മണിയോടെയാണ് ഈ വെള്ളായണി ദേവി ക്ഷേത്രത്തിലേക്കുള്ള വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിപ്പിക്കുന്നത്. അതിന് കാരണമായി പറയുന്നത് ഏകദേശം 2 തവണയോളം നോട്ടീസ് അയച്ചിരുന്നു. ആ നോട്ടീസ് അയച്ചതിന് ശേഷവും ഇത്തരത്തിൽ ഈ തുക, അതായത് കുടിശ്ശിക വരുത്തിയ തുക ഏകദേശം 96,000-ഓളം രൂപ വരുന്ന ആ തുക അടച്ചില്ല. അതേ തുടർന്നാണ് ഈ കണക്ഷൻ വിച്ഛേദിക്കുന്നത് എന്നാണ് KSEB സൂചിപ്പിച്ചത്. ദേവസ്വം ഇതിൽ ഒരു സെക്രട്ടറിയുടെ പേരിലാണ് ഇത്തരത്തിൽ ഒരു നോട്ടീസ് വന്നത്. നോട്ടീസ് വന്നത് ഇതേ തുടർന്നാണ് പിന്നീട് ഇത് കണക്ഷൻ വിച്ഛേദിക്കുന്ന രീതിയിലെല്ലാം പോയത്. എന്നാൽ വൈകുന്നേരത്തോളം ആയപ്പോഴും രാത്രി ഏറെയായിട്ടും ഇത്തരത്തിൽ ക്ഷേത്ര പരിസരത്ത് വെളിച്ചമില്ലാത്ത സ്ഥിതി ഉണ്ടാകുകയും അന്ധകാരം വ്യാപിക്കുകയും ക്ഷേത്രത്തിന്റെ പ്രവർത്തനങ്ങളടക്കം താളം തെറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചേരുകയൊക്കെ ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് പ്രദേശവാസികളും ഭക്തരെല്ലാം ഈ പ്രതിഷേധമൊക്കെ ഉണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെയാണ് ഈ സംഭവം ഉണ്ടായത്. എന്നാൽ ഇതിൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായ ഒരു സംഭവം എന്ന് പറയുന്നത് തുക അടയ്ക്കാൻ ദേവസ്വം ബോർഡ് തയ്യാറായില്ല എന്നതാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുണ്ടായത്. അതായത് ദേവസ്വം ബോർഡ് ഈ നേരത്തെ ഉണ്ടായിരുന്ന ഉപദേശക സമിതി നേരത്തെ ഉണ്ടായിരുന്ന ഉപദേശക സമിതിയുടെ സെക്രട്ടറിക്കും പ്രസിഡന്റിനും ഒരു നോട്ടീസ് അയക്കുകയാണ് ചെയ്തത്. അതായത് തുക അടയ്ക്കേണ്ടത് ഈ പിരിച്ചുവിട്ട ഉപദേശക സമിതി സെക്രട്ടറിയും പ്രസിഡന്റുമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഒരു നോട്ടീസ് ഇവർ അയക്കുകയും ചെയ്തു. ഇതാണിപ്പോൾ ഈ ഒരു പ്രശ്നത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികളായ ആളുകളുണ്ട്, അതുപോലെ തന്നെ നേരത്തെ ഈ ഉപദേശക സമിതിയിലടക്കം ഉണ്ടായിരുന്ന ആളുകളെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഈ എന്താണ് ഈ സംഭവം എന്ന്. ചേട്ടാ, ഈ ഇത്തരത്തിലൊരു നോട്ടീസ് അയക്കുവാനൊരു സാഹചര്യം അത് എന്താണ് ഉണ്ടായിരിക്കുന്നത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത്? അതായത് സ്വാഭാവികമായിട്ടും ദേവസ്വം ബോർഡിന്റെ ഒരു ക്ഷേത്രമാകുമ്പോൾ ഈ KSEB, അതായത് ഈ വൈദ്യുതി ബന്ധം അടക്കമുള്ളവ അടയ്ക്കേണ്ടത് ദേവസ്വം ബോർഡായിരിക്കും. അപ്പം അങ്ങനെ അടയ്ക്കാതെ ദേവസ്വം ബോർഡ് ഇപ്പോൾ ഈ ഭരണസമിതി അംഗങ്ങൾ അല്ലെങ്കിൽ ഉപദേശക സമിതി അംഗങ്ങൾ പൈസ അടയ്ക്കണം, അല്ലെങ്കിൽ സെക്രട്ടറി പൈസ അടയ്ക്കണം എന്നൊരു നിലയിലേക്ക് എത്തിച്ചേരുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഏത് സാഹചര്യത്തിലാണ്? ഇത് ഇവിടെ കാലാകാലങ്ങളിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇവിടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നത്. ഈ വൈദ്യുതി കണക്ഷൻ എടുത്തിരിക്കുന്നത് ഒരു 10-30 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ക്ഷേത്ര സമിതി എന്ന് പറഞ്ഞൊരു സംഘടനയുടെ ഒരു പ്രസ്ഥാനം രൂപീകരിച്ചിട്ടാണ് ക്ഷേത്രത്തിൻ്റെ ഈ വികസനവും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തിയത്. അന്നിരുന്ന സെക്രട്ടറിയുടെ പേരിലാണ് ഈ കണക്ഷൻ നിയമം KSEB നിന്ന് കണക്ഷൻ എടുത്തിട്ടുള്ളത്. സെക്രട്ടറി വെള്ളായണി ടെമ്പിൾ, വെള്ളായണി നിയമം BO എന്നുള്ളതാണ് ആ കൺസ്യൂമറുടെ പേര്. അപ്പോൾ ഈ എന്തെന്നും കാലാകാലങ്ങളിൽ ഈ ഇവിടുത്തെ ആ ക്ഷേത്രത്തിനുള്ളിലെ വൈദ്യുത ബന്ധത്തിൻ്റെ ചാർജ് പ്രശാന്ത് തുടരുക. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് നമ്മോടൊപ്പം ശരിയാണ്. പ്രശാന്ത്, ഈ തിരുവനന്തപുരം വെള്ളായണി ദേവീക്ഷേത്രത്തിലെ ഫ്യൂസ് ഊരിയ സംഭവത്തിൽ ഏതായാലും ഭക്തജനങ്ങളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള ഒരു നിലപാട് സ്വീകരിച്ചത്? ദേവസ്വം ബോർഡ് അല്ല ഇതിന് ഉത്തരവാദി. ഇത് കാലാകാലങ്ങളിൽ വരുന്ന ഉപദേശക സമിതി അവിടെ ഉത്സവ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉണ്ടാക്കുമ്പോൾ അതിന്റെ വൈദ്യുതി ബില്ല് അടയ്ക്കേണ്ട ചുമതല ഉപദേശക സമിതിയാണ്. നിർഭാഗ്യവശാൽ ആ ഉപദേശക സമിതിയെ ചില തിരിമറികളും കുഴപ്പങ്ങളും നടത്തിയതിന്റെ പേരിൽ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അവരായിരുന്നു അത് അടയ്ക്കേണ്ടിയിരുന്നത്. എന്തായാലും അവരത് അടച്ചില്ല. ഇപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അവിടെ വിശ്വാസികൾക്ക് ഒരു അസൗകര്യം ഉണ്ടാക്കാത്ത വിധത്തിൽ ദേവസ്വം ബോർഡ് ഇടപെട്ട് അത് അടയ്ക്കും. മാത്രമല്ല, ഈ ഉപദേശക സമിതിക്ക് പലവട്ടം നോട്ടീസ് കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ സബ് ഗ്രൂപ്പ് ഓഫീസറെ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ പലവട്ടം ഈ ഉപദേശക സമിതിക്ക് നോട്ടീസ് കൊടുത്തിരുന്നു. പക്ഷെ അവർ അടയ്ക്കാൻ തയ്യാറായില്ല. അതിന്റെ ഭാഗമായിട്ടാണ് ഫീസ് ഊരിയത്. എന്തായാലും അത് എത്രയും പെട്ടെന്ന് ദേവസ്വം ബോർഡ് ഇടപെട്ട് അത് വൈദ്യുതി പുനഃസ്ഥാപിക്കും. ഇവർക്ക് നോട്ടീസ് അയക്കുകയും റവന്യൂ റിക്കവറിക്ക് നോട്ടീസ് അയക്കുകയും ചെയ്യും. ശ്രീ പ്രശാന്ത്, ഇവിടെ ഈ ഭക്തരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന ഒരു ആശങ്ക അല്ലെങ്കിൽ ഒരു പ്രതിഷേധം എന്നത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ ഒരു ക്ഷേത്രമുള്ളത്. ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഈ ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെയും ചെയ്യേണ്ടത് ദേവസ്വം ബോർഡാണ്. ഇവിടെ ഈ പഴയ 30 വർഷം മുമ്പുള്ള ഒരു ഭരണസമിതി സെക്രട്ടറി അദ്ദേഹത്തിനാണല്ലോ നോട്ടീസ് അയച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് നേരിട്ട് ഈ ഒരു പൈസ അടക്കാൻ തയ്യാറാകാതിരുന്നത്? നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ്. ദേവസ്വം ബോർഡ് ഇത് ഇവിടെ മാത്രമല്ല, പല ക്ഷേത്രങ്ങളിലും ഉപദേശക സമിതി തന്നെ. കാരണം ഉത്സവം നടത്തുന്നതുമായി ബന്ധപ്പെട്ട്
ഏറ്റവും കൂടുതൽ ഇതിന്റെ എല്ലാവിധമായ ബാധ്യതകൾ ഉത്സവ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് ഓരോ ക്ഷേത്രങ്ങളിലും ഉത്സവം നടത്തിക്കുവാനും അതുപോലുള്ള കാര്യങ്ങൾ നടത്തിക്കുവാനുമാണ് ഉപദേശക സമിതിയെ വെച്ചിരിക്കുന്നത്. അപ്പൊ ഉപദേശക സമിതിക്ക് ഉണ്ടായ ഒരു വീഴ്ചയാണിത്. ഉപദേശക സമിതി ഞങ്ങൾ പിരിച്ചുവിടാൻ കാരണമുണ്ട്. ഒരുപാട് പരാതികളുമായി ബന്ധപ്പെട്ടാണ് ഉപദേശക സമിതി ഞങ്ങൾ പിരിച്ചുവിട്ടിരിക്കുന്നത്. ഉപദേശക സമിതി ആയിരുന്നു ഈ വൈദ്യുതി ബില്ല് അടയ്ക്കേണ്ടിയിരുന്നത്. എന്നാലും ഞങ്ങൾ ഉപദേശക സമിതിയെ ചാരി ഞങ്ങൾ ഇത് വിശ്വാസികൾക്ക് കുഴപ്പമുണ്ടാക്കാൻ നിൽക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങൾ വൈദ്യുതി ബില്ല് കുടിശ്ശികയുള്ള വൈദ്യുതി ബില്ല് അടച്ച് ദേവസ്വം ബോർഡ് അത് പുനഃസ്ഥാപിക്കും. ഒപ്പം തന്നെ ഇവർക്ക് റവന്യൂ വർക്കുകൾക്ക് വേണ്ടി ഉപദേശക സമിതി ഭാരവാഹികൾക്ക് പേരിൽ നോട്ടീസ് അയക്കുകയും ചെയ്യും. ശ്രീ പ്രശാന്ത്, താങ്കൾ പറഞ്ഞതുപോലെ തന്നെ പണം ഉടനെ അടക്കും എന്നത് സ്വാഗതാർഹമായ ഒരു കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ ചില ചോദ്യങ്ങൾ ഈ ഭക്തരുടെ ഭാഗത്തിന് ഉണ്ടാകുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ക്ഷേത്രത്തിന്റെ ആവശ്യത്തിനാണ് ഈ ഉപദേശക സമിതി കണക്ഷൻ എടുത്തിരുന്നത്. പിന്നീട് ഈ ദേവസ്വം ബോർഡ് ഉപദേശക സമിതിയെ പുറത്താക്കുകയായിരുന്നല്ലോ. ഈ 30 കൊല്ലം മുമ്പുള്ള ഭരണസമിതി സെക്രട്ടറിയുടെ പേരിൽ തന്നെയാണ് ഇപ്പോഴും ഈ KCB കണക്ഷൻ ഉള്ളത്. എന്തുകൊണ്ട് അത് മാറ്റാൻ തയ്യാറാകുന്നില്ല? അല്ല, ഭരണസമിതി അതങ്ങനെയില്ല. ഭരണസമിതി അല്ലല്ലോ പിന്നെ ക്ഷേത്രത്തിലെ കണക്ഷൻ ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെ ക്ഷേത്രത്തിലെ സബ്ഗ്രൂപ്പ് ഓഫീസിന്റെ ദേവസ്വം ബോർഡിന്റെ പേരിലായിരിക്കും. പക്ഷേ ഈ ഉത്സവങ്ങളുമായി ബന്ധപ്പെട്ട് ഉത്സവം നടത്തുന്നതിന് വേണ്ടിയും മറ്റ് കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുമാണ് ഉപദേശക സമിതി വച്ചിരിക്കുന്നത്. ഉപദേശക സമിതി ഞാൻ പറഞ്ഞല്ലോ, ഉപദേശക സമിതി ആയിരുന്നു ഇത് അടയ്ക്കേണ്ടിയിരുന്നത്. പക്ഷേ ഉപദേശക സമിതി അടച്ചില്ല എന്ന് അവർ പറയുന്ന ചില ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടും പരാതികളുമായി ബന്ധപ്പെട്ടും അവരെ പിരിച്ചുവിട്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായി അതുകൊണ്ടായിരിക്കും അവർ അടയ്ക്കാത്തത്. പക്ഷെ അത് ഞങ്ങള് പിന്നെ അതിനുവേണ്ടി ഞങ്ങൾ ഉപദേശക സമിതി അടയ്ക്കുന്നതിന് വേണ്ടി മാത്രം ഞങ്ങൾ ചെയ്യുന്നില്ല. ദേവസ്വം ബോർഡ് തന്നെ വിശ്വാസികൾ അവിടെ എത്തുമ്പോൾ വിശ്വാസികൾക്ക് ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ദേവസ്വം ബോർഡ് ചുമതലയായി കൊണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഉപദേശക സമിതിയുമായി ബന്ധപ്പെട്ട് തർക്കിക്കാതെ ഞങ്ങൾ ഇത് അടയ്ക്കുന്നു. പകരം അത് ഈടാക്കുന്നതിന് വേണ്ടി ഇവരിലേക്ക് നമ്മൾ പിന്നെ റവന്യൂ റെക്കവറിക്ക് വേണ്ടി നോട്ടീസ് അയക്കും. ഓക്കെ. അല്ല, ഇവിടെ വരുന്ന മറ്റൊരു ചോദ്യം, താങ്കൾ തിരക്കിലാണെന്നറിയാം. ഈ ഉത്സവ ആവശ്യത്തിന് വേണ്ടി എടുത്തതല്ലല്ലോ ഈ കണക്ഷൻ. കാരണം ക്ഷേത്രത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണല്ലോ കണക്ഷൻ എടുത്തിരുന്നത്. യെസ്, നന്ദി ശ്രീ പ്രശാന്തി. പക്ഷേ താങ്കൾ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകിയിട്ടില്ല. താങ്കൾ തന്നെ പറഞ്ഞു ഉത്സവ ആവശ്യത്തിന് എടുത്തതാണ് ഈ കണക്ഷൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു നിലപാട് ഈ മുൻ ഉപദേശക സമിതിയാണ് സ്വീകരിക്കേണ്ടത്. അവരാണ് പണം അടയ്ക്കേണ്ടത്. എങ്കിലും ദേവസ്വം ബോർഡ് അടക്കുന്നതിന്. പക്ഷേ ക്ഷേത്രത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് ആ കണക്ഷൻ എടുത്തിരുന്നത്. സെക്രട്ടറിയുടെ പേരിലാണ് കണക്ഷൻ എടുത്തിരുന്നത്. ഇപ്പോൾ അവരെ ബലിയാടാക്കുകയും ക്ഷേത്രത്തിലെ എത്തുന്ന വിശ്വാസികളെ വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഏതായാലും ദേവസ്വം ബോർഡ് സ്വീകരിച്ചത് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് ഭക്തസമൂഹത്തിൻ്റെ ഭാഗത്തിന് വലിയ പ്രതിഷേധവും ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും പ്രശാന്തിലേക്ക്. പ്രശാന്ത്, ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സൂചിപ്പിച്ചത് ദേവസ്വം ഏതായാലും ഈ ഒരു പണം അടക്കും. പക്ഷേ പണം തൽക്കാലം അടച്ചിട്ട് മറ്റ് മുൻ ഉപദേശക സമിതിയിൽ നിന്നും പണം ഈടാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകും. അവിടെയും ചില രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്താനാണ് അദ്ദേഹം ശ്രദ്ധിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. ഏത് തരത്തിലാണ് ഏതായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടുത്തെ ഒരു പ്രതിഷേധ സ്വരങ്ങൾ? KP, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള ഈ കണക്ഷൻ ആണ് അതിന്റെ തുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്നും ഈ പ്രദേശവാസികളുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റ് ഈ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എടുത്ത തുക അത് പഞ്ചായത്ത് നേരത്തെ അടയ്ക്കുകയും ചെയ്തു എന്നും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇത് തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത് ഈ തുക ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടയ്ക്കുമെന്നാണ്. എന്നാൽ ഈ ഉപദേശക സമിതിക്ക് ഒരു നോട്ടീസ്, റവന്യൂ റിക്കവറിക്ക് അടക്കമുള്ള ഒരു നോട്ടീസ് ഇപ്പോൾ അയക്കുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ ഈ തുക അടയ്ക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ദേവസ്വം ബോർഡ് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് ഉപദേശക സമിതിയാണ് ഈ തുക അടയ്ക്കേണ്ടതെന്നാണ്. ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത കണക്ഷനാണ്, അല്ലെങ്കിൽ ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് ഈ വൈദ്യുതിയുടെ ചെലവുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വഹിക്കേണ്ട അല്ലെങ്കിൽ ഈ തുക അടയ്ക്കേണ്ട ഉത്തരവാദിത്തം ഈ ഉപദേശക സമിതിക്കാണ് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോൾ PS പ്രശാന്ത് പറഞ്ഞു വെക്കുന്നത്. എങ്ങനെയാണ് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഈ കണക്ഷൻ, അതോ ഈ ക്ഷേത്രത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണോ ഇപ്പോൾ ഇത്രയും തുക വന്നിരിക്കുന്നത്? ഇത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കണക്ഷനാണ്. ഈ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട കണക്ഷൻ ദേവസ്വം ബോർഡല്ല അടയ്ക്കുന്നത്. ഈ ഉത്സവത്തിന് വരുന്ന മുഴുവൻ കറണ്ട് ചെലവും കല്ലിയൂർ ഗ്രാമപഞ്ചായത്താണ് കാലാകാലങ്ങളായിട്ട് അടച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അധികമായി വരുന്ന ചിലപ്പം കണക്ഷൻ കിട്ടാൻ ഉത്സവം തുടങ്ങി 1-2 ദിവസം താമസിക്കുകയാണെങ്കിൽ ഈ കാണുന്ന സദ്യാലയത്തിൽ നിന്നാണ് താൽക്കാലിക ആവശ്യത്തിന് വേണ്ടിയുള്ള കറണ്ട് ഉപയോഗിക്കുന്നത്. ആ ഉത്സവത്തിന്റെ കറണ്ട് അത് എടുക്കുന്ന എവിടുന്നാണ്? ആ കണക്ഷൻ എടുക്കുന്ന എവിടുന്നാണ്? കണക്ഷൻ നിയമം KCB നിന്ന് പുതിയ മീറ്റർ വെച്ച് താൽക്കാലിക ടെമ്പററി കണക്ഷനാണ്. ടെമ്പററി കണക്ഷൻ എടുത്ത് ആ ടെമ്പററി കണക്ഷൻ്റെ മുഴുവൻ വൈദ്യുത ചാർജും കല്ലിയൂർ പഞ്ചായത്താണ്
അടയ്ക്കുന്നത്. അതായത് ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട ലൈറ്റ് അറേഞ്ച്മെന്റും മൈക്ക് സൗണ്ട് തുടങ്ങിയ എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള കണക്ഷൻ, എല്ലാ എലിമിനേഷൻ അടക്കമുള്ള എല്ലാ കണക്ഷനും നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ഒരു നോട്ടീസ് കൊടുത്തിട്ട് ഒരു ടെമ്പററി കണക്ഷൻ എടുക്കും. ആ കണക്ഷൻ എടുത്തതിന് ശേഷമാണ് എന്നല്ല ഉദ്ദേശിച്ചത്. എടുത്തതിന് ശേഷം ആ പൈസ മുഴുവൻ അടയ്ക്കുന്നത് കല്ലിയൂർ ഗ്രാമപഞ്ചായത്താണ്. ഇത് ഇന്നലെ തുടങ്ങിയല്ല, വർഷങ്ങളായിട്ട് ആ 3 വർഷത്തിലൊരുന്ന കാളികെട്ട് ഉത്സവത്തിൻ്റെ കറണ്ട് ചാർജ് കല്ലിയൂർ പഞ്ചായത്താണ് വഹിക്കുന്നത്. അധികമായിട്ട് നമ്മൾ കറണ്ട് ചിലപ്പം വേണ്ടി വരികയാണെങ്കിൽ ഈ കാണുന്ന സദ്യാലയത്തിൽ നിന്നാണ് കറണ്ട് എടുക്കുന്നത്. ആ സദ്യാലയത്തിൽ നിന്ന് വരുന്ന ബില്ല് അന്നത്തെ ഉപദേശ സമിതി അടച്ചിട്ടുണ്ട്. അടച്ചതിന് ശേഷം ആ സദ്യാലയം ഉത്സവ ആവശ്യങ്ങൾക്ക് വേണ്ടി വിട്ടുതരാതെ ഒരു സ്വകാര്യ വ്യക്തിക്ക് ഫോട്ടോ പ്രദർശനത്തിന് വേണ്ടി കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ കറണ്ട് ചിലവെല്ലാം അത് 10 ദിവസം കറണ്ട് ചിലവ് ഒന്നീ ദേവസ്വം ബോർഡ് അടയ്ക്കണം, അല്ലെങ്കിൽ ആ വ്യക്തി ആയിരിക്കും അടയ്ക്കണം. അതിനെക്കുറിച്ച് നമുക്ക് അറിഞ്ഞുകൂടാ. ഉത്സവത്തിന് വേണ്ടി വരുന്ന മുഴുവൻ കറണ്ട് ചാർജും ഉപദേശ സമിതിയാണ് അടയ്ക്കുന്നത്. മാത്രമല്ല ഈ കൊടുത്തിരിക്കുന്ന നോട്ടീസ് എന്ന് പറഞ്ഞത് 31/1/2023 വെള്ളായണി മുൻ ഉപദേശ സമിതി സെക്രട്ടറി പ്രസിഡന്റ് എന്നതിന് താഴെ പ്രസിഡന്റ് എഴുതി ചേർക്കുകയാണ്. ഈ പറയുന്ന കാലഘട്ടത്തിൽ നിലവിൽ ഉപദേശക സമിതി ഇവിടെ നിലവിലുള്ള ഉപദേശക സമിതിയാണ്, മുൻ ഉപദേശ സമിതിയല്ല. അപ്പോൾ അതിൽ തന്നെ ഈ ലെറ്റർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ മുൻ ഉപദേശക സമിതി പിരിച്ചുവിട്ട. കാരണം 2021 മെയ് മാസം 10-ാം തീയതിയോ 12-ാം തീയതി ഈ ഉപദേശ സമിതി ദേവസ്വം ബോർഡ് അകാരണമായി പിരിച്ചുവിട്ടു. ആ പിരിച്ചുവിട്ടതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട്. കേസ് നിലവിൽ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്, അതിൻ്റെ ഹിയറിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് ഒരു തീരുമാനം ഉണ്ടാവാതെ നമുക്കൊന്നും ചെയ്യില്ല. അന്ന് കണക്ക് കാര്യങ്ങളെല്ലാം എൻ്റെ നെയ്യാറ്റിൻകര AC-യുടെ മുമ്പേ ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോയ സമയത്ത് ഇവിടെ അത് സ്വീകരിക്കാൻ ഉണ്ടായില്ല. കാരണം കേസ് നമ്മൾ കൊടുത്തത് കൊണ്ട് അവർ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നാണ് അവർ പറയുന്നത്. എന്നിട്ട് മാത്രമല്ല ഒരു നോട്ടീസ് തന്നത് ഇവിടുത്തെ ഈ ഏതാണ്ട് 10-50 ലക്ഷത്തോളം രൂപയുടെ കൂപ്പൺ സീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞ ഈ ഒരു കാരണത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അതായത് ഈ തുക എന്തായാലും ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന കറണ്ടിൻ്റെ ബില്ല് അടയ്ക്കുമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത്തരത്തിൽ റവന്യൂ റിക്കവറി അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇത് കോടതിയിൽ ചോദ്യം ചെയ്യും. കാരണം അകാരണമായി ഈ ഉപദേശ സമിതിയെ പിരിച്ചുവിട്ട് കഴിഞ്ഞ ഒരു ഉപദേശ സമിതിക്ക് എങ്ങനെ അവർക്ക് നോട്ടീസ് കൊടുക്കാൻ സാധിക്കും? നിലവിലുണ്ടായിരുന്ന ഉപദേശ സമിതിക്കാണെങ്കിൽ നോട്ടീസ് കൊടുക്കാൻ പറ്റും. അകാരണമായി ഉപദേശ സമിതിയെ പിരിച്ചുവിട്ടതിന് ശേഷം ഒരു ദിവസം ഒരു ഡേറ്റ് ക്രിയേറ്റ് ചെയ്ത് അതിൽ തന്നെ തെറ്റായാണ്. അത് വെച്ച് തന്നെ ആ ഒരു ഒറ്റ നോട്ടീസ് വെച്ചിട്ട് തന്നെ ഈ ഇവിടുത്തെ കൊടുത്ത സബ് ഗ്രൂപ്പ് ഓഫീസർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പറ്റും. അതാണ് KP പറയുന്നത്. അതായത് ഈ അയച്ച നോട്ടീസിലടക്കം, അതായത് ദേവസ്വം ബോർഡ് അധികൃതർ ഈ ഉപദേശക സമിതിക്ക് അയച്ച നോട്ടീസിലടക്കം വൈരുദ്ധ്യമുണ്ടെന്നാണ് ഈ പ്രദേശവാസികളും ഭക്തരമായുള്ള ആളുകളെല്ലാം പറയുന്നത്. ഇത്തരത്തിൽ ഒരു പ്രശ്നം ദേവസ്വം ബോർഡിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. ക്ഷേത്ര സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്ത വൈദ്യുതിയാണ്. ആ വൈദ്യുതി ഉപദേശക സമിതി അടയ്ക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഇവിടെ നിന്ന് നമുക്ക് ഈ പ്രദേശവാസികളുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് 2 കണക്ഷൻ ഈ ഉത്സവവുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് ഒരു ടെമ്പററി കണക്ഷൻ എടുക്കും. ആ കണക്ഷന്റെ തുക പഞ്ചായത്ത് തന്നെ, കല്ലിയൂർ ഗ്രാമപഞ്ചായത്ത് തന്നെ അടച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടെ നമ്മളോട് സംസാരിച്ചവരെല്ലാം പറയുന്നത്. ഇതാണ് ഈ ഇത്തരത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഒരു ഗുരുതരമായ വീഴ്ച എന്ന് പറയുന്നത് ദേവസ്വം ബോർഡിന്റെ ഭാഗത്താണ്. ഈ മുൻ ഉപദേശക സമിതിയുമായിട്ടുള്ള ഒരു മുൻവൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ ഒരു പ്രശാന്ത് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ കാരണങ്ങളാലാണ് മുൻ ഉപദേശക സമിതിയെ പിരിച്ചുവിട്ടത്. ഇപ്പോൾ ഈ ദേവസ്വം ബോർഡ് മുൻ ഉപദേശക സമിതിയെ ബലിയാടാക്കി രക്ഷപ്പെടാനുള്ള ഒരു പോംവഴിയാണ് തേടുന്നത്. ഏതായാലും പ്രതിഷേധം കൂടുതൽ ശക്തമായ സാഹചര്യത്തിൽ ദേവസ്വം ബോർഡ് തന്നെ പണം അടക്കുമെന്ന് തന്നെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്പസമയം മുമ്പ് ജനം TVയോട് വ്യക്തമാക്കിയത്. ഏതായാലും അധികൃതരുടെ ഇത്തരത്തിലുള്ള നിലപാടിനെതിരെ ഭക്തസമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് ക്ഷേത്ര പരിസരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.